ഒരു പശ്ചാത്തല ജ്ഞാനവുമില്ലാത്തൊരു മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ അയാളോട് പറയുകയാണ്, നിങ്ങൾ ഈ ബൈബിൾ വായിക്കൂ, ഇതൊരു ഗ്രന്ഥമാണ്, ഇതൊരു ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം, ഇത് വായിക്കൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആ മനുഷ്യൻ 73 ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അയാളൊരു നിഷ്പക്ഷ വായനക്കാരനാണെങ്കിൽ നിങ്ങൾ അയാളോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ഈ ബൈബിൾ? അദ്ദേഹം പറയും, ഇത് കൃത്യമായി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായ ലോജിക്കൽ സീക്വൻസ്, ഉൽപ്പത്തിയിൽ പറയുന്ന കാര്യങ്ങൾ വെളിപാടിൽ ആവർത്തിക്കപ്പെടുന്നു, ഉൽപ്പത്തിയിലെ ചോദ്യങ്ങൾക്ക് വെളിപാടിൽ ഉത്തരം കിട്ടുന്നു, ഒരു പുസ്തകത്തിലെ ചോദ്യത്തിന് മറ്റൊരു ഗ്രന്ഥത്തിൽ ഉത്തരം കിട്ടുന്നു. പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ലാത്ത, മിക്കവാറും മഹാഭൂരിപക്ഷം എഴുത്തുകാരും പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അവരാശയവിനിമയം പരസ്പരം നടത്തിയിട്ടില്ലാത്ത ആ എഴുത്തുകാരെഴുതിയ ഗ്രന്ഥത്തിൽ ഒരാൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ ബാക്കി വെച്ചത് മറ്റൊരാൾ പൂർത്തിയാക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇത് എഴുതിയത് ഈ 40 എഴുത്തുകാരല്ല, ഇത് എഴുതിയത് പരിശുദ്ധാത്മാവാണ്.